മുതുകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രത്തിൻ്റെ 28ാമത് വാർഷികം ഈ വരുന്ന ജനുവരി 11 ശനിയാഴ്ച നടത്തുകയാണ്. വാർഷിക ആഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് സംഘടനയുടെ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രത്തിൻ്റെ 28ാമത് വാർഷികം 2025 ജാനുവരി 11 ശനിയാഴ്ച നടക്കുകയാണ്. മുതുകുളത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ തുടക്കം രാവിലെ 10 മണിക്ക് സ്കൂൾ കലോത്സവ പ്രതിഭകൾ പരിപാടിയുടെ വേദി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ തുടങ്ങും. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നുകൾ ഇറങ്ങി ഉച്ചയ്ക്ക് 2 മണിക്ക് വിവിധ വിദ്യാലയങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങൾ അർപ്പിക്കും. അനുമോദന സമ്മേളനം വാർഡ് പ്രതിനിധി ശ്രീമതി എസ് ഷീജ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 3:30 സാഹിത്യ നിരൂപകനും കവിയും പ്രഭാഷകനുമൊക്കെ ആയിട്ടുള്ള പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ മാഷ് സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യും. വയനാടും ഞാനും എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം രചിച്ച വയനാടിൻ്റെ ആത്മകഥാരൂപത്തിലുള്ള കോന്തല എന്ന പുസ്തകം ശ്രീ വി രഘുനാഥ് പരിചയപ്പെടുത്തി. പുസ്തക പരിചയത്തെ തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിലുള്ള സംവാദവും ഉണ്ടാകും. സമ്മേളനത്തിൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ശ്രീ OS ഉണ്ണികൃഷ്ണൻ വിശിഷ്ട അതിഥിയായി സംസാരിക്കും. വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ജ്യോതിപ്രഭ ആദരിക്കും. ഒപ്പം തന്നെ വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ ശ്രീ V ഉണ്ണികൃഷ്ണൻ തൻ്റെ വയനാട്ടിലെ അധ്യാപക അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കും. തുടർന്ന് കുട്ടികളുമായി സംവാദവും നടക്കും. തുടർന്ന് ആശംസകൾ അർപ്പിച്ച് സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംസാരിക്കും. സാംസ്കാരിക സമ്മേളനത്തെ തുടർന്ന് സ്കൂൾ കലോത്സവ പ്രതിഭകളുടെ കലാവിരുന്നുകൾ, തുടർന്ന് വൈകിട്ട് 8 മണിക്ക് മുൻപെന്നത്തേതും പോലെ വയനാട്ടിൽ നിന്നെത്തുന്ന പണിയർ സംഘം പണിയ നൃത്തം അവതരിപ്പിക്കും. വയനാട് കൽപ്പറ്റ ഉണർവ് നാടൻ കലാ പഠന കേന്ദ്രമാണ് ഈ പണിയ നൃത്തം അവതരിപ്പിക്കുന്നത്. വയനാട്ടിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള ഗോത്ര സംഘമാണ് പണിയർ. വയനാട്ടിന് അതീതമായി കോഴിക്കോട്, കണ്ണൂർ പ്രദേശങ്ങളിലെ മലയോരങ്ങളിലും അധിവസിക്കുന്ന പ്രമുഖരായ ആ ഗോത്ര വിഭാഗമാണ് പണിയർ. വിളവിറക്ക് സമയത്തെ കമ്പള നാട്ടി, അതുപോലെ തന്നെ വിളവെടുപ്പ് സമയത്തെ മുറങ്കളി, വിവാഹം, മരണം തുടങ്ങിയ അവസരങ്ങളിൽ നടത്തുന്ന വട്ടക്കളി, ഇതെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു കലാവിരുന്നാണ് ഈ കലാകാരന്മാർ ഗ്രാമത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നത്. മുൻകാലങ്ങളിലെ പോലെ തന്നെ നാടൻ കലകളുടെ പ്രണേതാക്കളായി മാറിയ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നത്. ഈ കലാരൂപവും ഏറ്റവും ശ്രദ്ധേയമായി വേറിട്ടതായി മാറുമെന്ന് ഗുരുകുലത്തിൻ്റെ ഭാരവാഹികൾ കരുതുകയാണ്.